ഹായ്, ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നൾ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആനിമേഷനാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആനിമേഷൻ വരുന്നത്. ഈ ഒരു ആനിമേഷനെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടണം. അതായത് ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് കൂട്ടണം. നമ്മൾ നോർമൽ രൂപത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂട്ടുക, ഓരോന്നും എടുത്തിട്ട് നമ്മൾ കൂട്ടി 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 കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ നമുക്ക് രണ്ടും ഒപ്പരം കൂട്ടാൻ എന്താ വഴിയുള്ളത്, രണ്ടും ഒരേ സമയത്ത് നമുക്ക് കൂട്ടാനായിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഈ രണ്ട് ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എസ് ക്ലിക്ക് ചെയ്യുക. എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും സ്കെയിൽ ഓപ്ഷൻ അറ്റ് എ ടൈം വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു സ്കെയിൽ ഓപ്ഷൻ നമ്മളൊന്ന് ഇങ്ങനെ വലുതാക്കി കൊടുക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ടോ, ഇത് വലുതാക്കിയ സമയത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്താണ്, ഇതിനിടയിലായിട്ടുള്ള സ്പേസ് കാര്യങ്ങൾ ഒന്നും ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ കണ്ടോ, ഇതൊക്കെ കൂടി ചേർന്ന്, അതായത് നമ്മൾ ചെയ്തത് എന്താ, രണ്ട് ടെക്സ്റ്റിനെയും രണ്ട് വ്യത്യസ്ത ടെക്സ്റ്റിനെ അറ്റ് എ ടൈം നമ്മൾ സ്കെയിൽ ചെയ്തു, വലുതാക്കി നോക്കുമ്പോൾ അത് മിസ്മാച്ച് ആയി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ക്ലിയർ ഇല്ലാതെ അത് ഓവർലാപ്പ് ചെയ്തിട്ട് ഒന്നിന് മുകളിലായിട്ട് നിൽക്കും. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് വരുന്നതായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ വരും. അപ്പോൾ അതിനെ നമുക്ക് മറികടക്കാനായിട്ടാണ് നമ്മൾ നൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ലെയറിൽ പോവാം, ന്യൂല് വരിക. ന്യൂല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നൾ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നൾ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ലെയർ പുതുതായിട്ട് വന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ നള്ളിനെ പാരൻ്റ് ആക്കിയിട്ട്, ഈ നള്ള് എന്ന് പറയുന്ന ലെയറിനെ പാരൻ്റ് ആക്കിയിട്ട് ഈ രണ്ട് ടെക്സ്റ്റിനെയും അതിലേക്ക് എത്തിക്കണം. അതിന് വളരെ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾക്ക് പാരൻ്റ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ഇവിടെയായിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നള്ളിൽ കൊണ്ടുപോയിടാം. ഇങ്ങനെ നള്ളിലേക്ക് കൊണ്ടുപോയിടാം. രണ്ട് ടെക്സ്റ്റിനെയും നള്ളിലേക്ക് കൊണ്ടുപോയിടാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാരൻ്റ് ലിങ്ക് ചെയ്തത് കാണാൻ പറ്റും. രണ്ട് ടെക്സ്റ്റും നള്ള് 2 ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നള്ളിനെ എഡിറ്റ് ചെയ്താൽ മതി. അതായത് ഇനി നമുക്ക് നള്ളിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ചേഞ്ച് ആവുന്നതായിരിക്കും. എന്നാലോ ഈ ടെക്സ്റ്റിൻ്റെ ആനിമേഷൻ പോവുകയില്ല. ഞാൻ വളരെ എളുപ്പത്തിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നള്ളിൻ്റെ ട്രാൻസ്ഫോമിൽ വരികയാണ് കേട്ടോ. നള്ളിൻ്റെ ട്രാൻസ്ഫോമിൽ വന്നിട്ട് ജസ്റ്റ് സ്കെയിൽ എന്ത് ചെയ്യണം, ഒന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ മാറുന്നത്. ഇത് ആ ഒരു സ്പേസോ കാര്യമോ ഒന്നും തന്നെ ചേഞ്ച് ആവുന്നില്ല. വളരെ സിമ്പിളായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സൈസും കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ പൊസിഷനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കണേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് പ്ലേ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം അക്കാഡമി വന്നു, പിന്നെ എനോക്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു പാരൻറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നേരത്തെ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഓവർലാപ്പായി വരും, അല്ലെങ്കിൽ അവിടെ സ്പേസ് കൂടുതലായിട്ട് വരും, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. എന്നാൽ ഇങ്ങനെ നെള്ളെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ഒബ്ജക്ട്സിനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നള്ളിന് വേണമെങ്കിൽ നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. നള്ളിന് ഇപ്പോൾ നമുക്ക് പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ആനിമേഷൻ കൊടുക്കണം, അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് പൊസിഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് അപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഞാൻ ഇവിടെ കൊണ്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഡൗണിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, ഞാൻ ഈ ഒരു രൂപത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് താഴേക്ക് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു രൂപത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. അതായത് നള്ളിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും അറ്റ് എ ടൈം നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ആനിമേറ്റ് ചെയ്തിട്ടുള്ള സാധനം ഉണ്ടല്ലോ, അതായത് ഈ വലുതാക്കിയ സംഭവം ഉണ്ടല്ലോ, നള്ള് ഉപയോഗിച്ച് വലുതാക്കിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ നള്ള് ഡിലീറ്റ് ചെയ്താൽ പോവോ എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് നള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു, നിങ്ങൾ കണ്ടോ. പക്ഷേ ഇതിൻ്റെ സൈസ് കുറഞ്ഞിട്ടില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 അതിൽ കൂടുതൽ ഒബ്ജക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നള്ളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ സ്കെയിലിങ്ങും മറ്റു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. ഓക്കെ, അപ്പോൾ എന്നാലോ അത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു സ്കെയിലിംഗ് ആയിക്കോട്ടെ പൊസിഷനിങ് ആയിക്കോട്ടെ അത് പോവുകയുമില്ല. ഓക്കെ, പക്ഷെ ആ ഒരു ആനിമേഷൻ നഷ്ടപ്പെടും കേട്ടോ. നമ്മൾ നള്ളിന് കൊടുത്തിട്ടുള്ള ആനിമേഷൻ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നൾ ഒബ്ജക്റ്റിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ.